സൗദിയിലേക്കും ഇന്നലെ രാത്രി മുതൽ പുലർച്ചെ വരെ 15 ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ നടന്നതായാണ് സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. മുഴുവൻ ആക്രമണ ശ്രമങ്ങളും പ്രതിരോധിച്ചിട്ടുണ്ട്. ആക്രമണ പശ്ചാത്തലത്തിൽ സൗദിയിലും ബഹ്റൈനിലും നടക്കേണ്ടിയിരുന്ന ഏപ്രിൽ മാസത്തിലെ ഫോർമുല 1 മത്സരങ്ങളെല്ലാം റദ്ദാക്കിയിട്ടുണ്ട്. മത്സരം പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് ഫോർമുല 1 സംഘാടകർ അറിയിക്കുന്നു. അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകും. അഫ്താബ്, വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിന് സൗദി ഇന്നലെയും സാക്ഷ്യം വഹിച്ചു എന്നുള്ള വിവരങ്ങളാണ്. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല, ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നുകൂടിയാണ്. എവിടങ്ങളിലൊക്കെയാണ് ആക്രമണം ഉണ്ടായതെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ജിൽസി, 15 ഇപ്പോൾ വന്നതടക്കം 18 ആക്രമണങ്ങളാണ് ഇന്ന് പുലർച്ചെ വരെ സൗദിയിലേക്ക് ഉണ്ടായിരിക്കുന്നത്. ഇത് താരതമ്യേന കുറവാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 50-ന് മുകളിലും തൊട്ട് മുമ്പത്തെ ദിവസം 60-ലേറെയും ആക്രമണങ്ങൾ സൗദി അറേബ്യയിലേക്ക് നടന്നിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് പുലർച്ചെ വരെ ഇസ്രായേലിലേക്ക് വലിയ തോതിലുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ട്. അതിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും ടെൽ അവീവിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ആക്രമണത്തിന്റെ സ്വഭാവം മാറിയതായിരിക്കാം സൗദിയിലേക്കുള്ള ആക്രമണ ക്രമങ്ങളുടെ എണ്ണം കുറയാൻ കാരണമെന്ന് കരുതുന്നു. ഏതായിരുന്നാലും ഈ ആക്രമണങ്ങളെല്ലാം തന്നെ പ്രതിരോധിച്ചിട്ടുണ്ട്. ഇതിൽ എല്ലാ ദിവസവും എന്ന പോലെ തന്നെ 2 പ്രധാന കേന്ദ്രങ്ങളാണ് ഇവ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഒന്ന് റിയാദിലെ US സൈനികരുള്ള പ്രിൻസ് സുൽത്താൻ എയർബേസും, രണ്ടാമത്തേത് സൗദി കിഴക്കൻ പ്രവിശ്യയിലുള്ള അരാംകോയുടെ എണ്ണപ്പാടങ്ങൾ നിലകൊള്ളുന്ന ഷൈബ റിഫൈനറി മേഖലയിലേക്കും ടെർമിനൽ മേഖലയിലേക്കുമാണ് ഈ ആക്രമണ ശ്രമങ്ങൾ നടന്നത്. ഏതായാലും ഇതിൽ പരിക്കുകളോ നാശനഷ്ടങ്ങളോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സൗദി അറേബ്യയിൽ ഇത് വിപണിയെയും അല്ലെങ്കിൽ ഇവിടെയുള്ള ഇവന്റുകളെയും ബാധിക്കുന്ന സ്വഭാവത്തിലേക്ക് എത്തുകയാണ്. ഇന്നിപ്പോൾ ബഹ്റൈനിലും സൗദി അറേബ്യയിലും ഏപ്രിൽ മാസത്തിൽ നടക്കേണ്ടിയിരുന്ന ഫോർമുല 1 മത്സരങ്ങൾ പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട്. അത് ഏപ്രിൽ മാസത്തിൽ നടക്കില്ല എന്ന് ഫോർമുല 1 സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ഫോർമുല 1 മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഇവന്റ് നടക്കുന്ന സമയത്ത് നിരവധി ഇന്ത്യൻ കമ്പനികളും മലയാളികളുടെയും എല്ലാം തന്നെ ജോലി ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ് ഫോർമുല 1. ജിദ്ദയിൽ നടക്കുന്ന ഈ പരിപാടിയിൽ നിരവധി മലയാളികളടക്കം ജോലി ചെയ്യാറുണ്ട്. അത് താൽക്കാലികമായിട്ടാണ് പലരും എത്താറുള്ളത്. എന്തായാലും ഇത് വിപണിയിലേക്കും സൗദിയിലെ പരിപാടികളിലേക്കും എത്തുന്നതിന്റെ ഒരു സൂചന കൂടിയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ ഇവന്റുകളിലേക്കും എത്തുന്ന ഒരു സൂചന കൂടിയാണ് ഈ യുദ്ധം ഇതുവഴി നൽകുന്നത്. ദിൽസി, അഫ്താബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. സൗദിയിലേക്കും നിരന്തരമായ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുൻ ദിവസങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഇന്ന് പുലർച്ചെയും രാത്രിയും ഒക്കെ ഉണ്ടായ ആക്രമണങ്ങൾ കുറവാണ്. പക്ഷേ 18-ലധികം ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായി, അതിനെയൊക്കെ പ്രതിരോധിച്ചതായി പറയുന്നു. ഒപ്പം തന്നെ ഫോർമുല 1 മത്സരങ്ങളടക്കം മാറ്റിവെക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കണം അത്തരം തീരുമാനമുണ്ടായത് എന്നുകൂടി മനസ്സിലാക്കുകയാണ്. അപ്പോൾ അഫ്താബ് റഹ്മാനാണ് മേഖലയിൽ തുടരുന്ന സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്. നമ്മുടെ